അത് മമ്മൂട്ടി. നമുക്ക് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ള പുള്ളിയുടെ ആ നടത്ത, കൈകളുടെ സംഭവം, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് വിത്ത് ഡയലോഗ്, ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ നിനക്ക് ഇങ്ങോട്ട് നോക്ക് ആ പുള്ളിയെ യഥാർത്ഥമായിട്ട് നിനക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ആദ്യം പുള്ളിയുടെ ആ നടത്ത വിത്ത് കൈകളുടെ സംഭവം എല്ലാം നമുക്ക് പഠിക്കാം. മമ്മൂക്ക ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ഡയലോഗിന് ഇടത്തെ കുത്ത്, അതായത് ഇവിടെ 2 ഇഷ്ടിക വച്ചേക്കും. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് 2 ഇഷ്ടിക വച്ചേക്കും, നടുക്ക് ചാന്തും ഇട്ടേക്കും. കറണ്ട് കാണൂല, കൈ കൊണ്ട് കുത്തി നിറയ്ക്കണം. അറിയാമോ? രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് നിറയ്ക്കണം. സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം 2 കൊണ്ട് നിറയ്ക്കണം. കാരണം ഇത് മൈക്കാടല്ല, അടങ്കലാണ്. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ആ സൗണ്ട് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തോണം കേട്ടാ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊന്മണം കൊടുത്തവൻ ചന്തു. മാറ്റം തിരികെ ചോദിച്ചപ്പോ മറന്നു പോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. കണ്ടല്ലോ, ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി പൊട്ടണം. നിന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറ്റൂ കേട്ടാ. കേട്ടാ പുള്ളിയെ പോലെ ക്ലിയർ ആയിട്ട് എടുത്തോണം. റെഡി ആക്ഷൻ. നടന്നു വാ. 2 കൈയും ബാക്കി കെട്ടിക്കോ. റെഡി ആക്ഷൻ. അതെല്ലാം ക്ലിയർ ആണ്, നീ നടന്നു വന്നാ മതി. അത് തന്നെ. ഓക്കെ, അത്രയും ക്ലിയർ ആവണ്ട. നിന്റെ നെഞ്ചു കയറി ഇരുന്ന് പൊങ്കാലയിടും. ഇങ്ങോട്ട് കയറിയില്ലേ? ഫസ്റ്റ് ഡയലോഗ്. ഫസ്റ്റ് ഡയലോഗ് ഇടത്തെ കുത്ത് ചന്തു. ഇനി വലത്തെ കുത്ത് ഇടത്തെ കുത്ത് സെഞ്ചി സെഞ്ചി. ഓക്കെ, ഏകദേശം ആള് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് താരത്തെ പഠിക്കാൻ പറഞ്ഞോളൂ. മോഹൻലാൽ. ഓക്കെ, മോഹൻലാലിനെ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ഇടത്തെ തോള് 90 ഡിഗ്രി ശരിയാണ്. പിന്നെ നീ പഠിച്ചു വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, 70 ഡിഗ്രി ആയാലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടാ. പിന്നെ പാണ്ടികളി അറിഞ്ഞിരിക്കണം. അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഫുട്ബോൾ അറിയാമോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. അത് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ കാണിക്കും. അത് കണ്ടിട്ട് വേണം മകൻ ചെയ്യാൻ കേട്ടാ. മോഹൻലാൽ. എടോ വീരപ്പൻ എന്ന് പേരുള്ള തേടേറ്റ് ഷട്ടെ, താൻ ആരാടോ നാട്ടുരാജാവോ? തന്റെ കളരിയും തരികട നമ്പരും എല്ലാം ചിലവാകും അങ്ങ് കാട്ടില്. ഇത് സ്ഥലം വേറെയാ. ഒരുപാട് കളി കണ്ടവനാ ഞാൻ. ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിട്ട് ജഗന്നാഥനെ മണ്ണിവിടൂ. നീ പോ മോനെ ദിനേശ. ഇത് വേണ്ട, അറിയാലോ. റെഡി ആക്ഷൻ. മോഹൻലാലിനെ എടുക്കാം. ലാല ഇങ്ങനെടാ, ലാലേട്ടനെ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേക ഈ അല്പമെങ്കിലും ചരിച്ച് കാണിക്ക്. നീ അവിടെ നില്ല്, നിന്റെ കുടുംബം വരെ ഞാൻ ചരിച്ചു തരാം. ഇത് പഠിക്കാനുള്ള സംഭവമാണ് കേട്ടാ. ഇനി അവിടെ ഒരു ബാളുണ്ടെന്ന് സങ്കല്പിക്കുക, അതിനെ തട്ടിത്തെറിപ്പിച്ച് മൈക്കിന്റെ അടുത്തേക്ക് വരൂ. റെഡി ആക്ഷൻ. ഇനി ഇങ്ങോട്ടത്തേക്ക് വരൂ. ഇനി പ്രശസ്തമായ ഡയലോഗാണ് മോനെ ദിനേശ സവാരി ഗിരിഗിരി. ആക്ഷൻ. മോനെ തന്നെ ചവാറ കയറി കയറി. അത് മോഹനമാണ്, അത് മോഹനമാണ്. നിന്റെ അച്ഛന്റെ അവിടെ കുറിച്ചു അടിപൊളിയായി. നീ എന്നെ അടിപൊളി എന്നങ്ങ് പറഞ്ഞ ശരി. ഇനി നിനക്ക് ഏത് താരത്തെ പഠിക്കണം? സുരേഷ് ഗോപി. ആര്? സുരേഷ് ഗോപി. പോടാ വൃത്തിയോട്ടവനെ. മമ്മൂട്ടി മോഹൻലാലിനെ ഞാൻ അസലായിട്ട് കാണിച്ചു തന്നില്ലേ? അതിനകത്തുണ്ടല്ലോ സുരേഷ് ഗോപി. കള്ളോന്നാ. എടാ, ഉദാഹരണത്തിന് മമ്മൂട്ടി അച്ഛൻ, മോഹൻലാൽ അമ്മ. ഇവർക്ക് 2 പേർക്കുണ്ടായ പുത്രനാണ് സുരേഷ് ഗോപി. കള്ളോന്നാ. എടാ, ഞാൻ തെളിയിച്ചു തരാം. ഇവിടെ 2 പേരുടെ ആക്ഷൻ അല്ലേ പുള്ളി അല്ലേ മോട്ടിച്ച് ഇത് ചെയ്തേക്കുന്നത്. ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തോ, ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇതാരാ? മമ്മൂട്ടി തന്നല്ലോ. ഇതോ മോഹൻലാൽ. ഈ സംഭവം തന്നെയാണ്. സ്പീഡാക്കിയാൽ മാത്രം മതി. പിന്നെ 25 കിലോ ചാണകം കൊണ്ട് തറയിട്ടേക്കണം. അത് ടൈമിംഗ് അനുസരിച്ച് ചവിട്ടണം. ദാ നോക്കിയോ, മമ്മൂട്ടി ചാണകം ചവിട്ട് മോഹൻലാൽ, മമ്മൂട്ടി മോഹൻലാൽ, മമ്മൂട്ടി മോഹൻലാൽ. കണ്ട, ഇത് സ്പീഡാക്കിയാൽ മാത്രം മതി. കണ്ട, ഇടയ്ക്കിടയ്ക്ക് ചാണകം കൂടെ ചവിട്ടി കൊടുക്കണം. ഇനി എന്ത് ചോദിച്ചാലും വേണ്ടെന്നും കൂടെ പറയണം.
ഇനി ഡയലോഗ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഷീറ്റ് വേണം. പാകൊണ്ടുള്ള ഒരു പരിപാടിക്കും പുള്ളി തയ്യാറല്ല. മണലിൽ കിടന്നാലും ഷീറ്റ് വേണം. അറിയാലോ? റെഡി, ആക്ഷൻ. സുരേഷ് ഗോപി എടുക്കാം. മമ്മൂട്ടി. ആ, മോഹൻലാൽ. ചാണകം നിന്റെ അപ്പം വന്ന് ചവിട്ടു. ചവിട്ടറാ. മമ്മൂട്ടി, ചാണകം ചവിട്ടി മോഹൻലാൽ. മമ്മൂട്ടി, മോഹൻലാൽ. സ്പീഡ് സ്പീഡ്. മോഹൻലാൽ. ഓക്കെ. ചോറ് വേണോ? ഡയലോഗ്. ഓർമ്മയുണ്ട്. ഓർമ്മയുള്ള ഒരുപാട് കണ്ടല്ല. അടിപൊളിയേ. മാതൃഭൂമി